ഹായ് ഹലോ അസ്സാം വലൈക്കും. നമുക്കൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. ക്രസ്റ്റ് ക്രമ്പിൻ്റെ കസ്റ്റാർഡ് പൗഡർ വെച്ചാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു കവർ പാല് ഞാനിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ചെറിയ ചൂടുള്ള പാലൊഴിച്ച് കട്ടയില്ലാതെ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരമാണോ വേണ്ടത് അതനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കുറേശ്ശായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, കട്ട പിടിക്കും. ഫ്ലെയിം സിമ്മിൽ തന്നെ ആക്കിയിട്ട് ഈ പരിപാടി ചെയ്യാവുള്ളൂ. നമ്മളുടെ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഈ ഒരു ലൂസാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പിടിച്ച് വല്ലാണ്ടായി പോവും. നമ്മുടെ കസ്റ്റാർഡ് നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ അരിയില്ലാത്ത ഈ കറുത്ത മുന്തിരി, ഏത്തപ്പഴം, ആപ്പിൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അതും മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി അറിയായിരിക്കും. എന്നാൽ നിങ്ങൾ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. കസ്റ്റാർഡും ഫ്രൂട്ട്സും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് ഈ ഫ്രൂട്ട് സലാഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്